വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യും. റെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഡോക്ടറുടെ വ്യക്തി ജീവിതത്തിൽ പ്രകൃതി ചികിത്സ കൊണ്ടുണ്ടായ നേട്ടമൊക്കെ പറഞ്ഞു. വാസ്തവത്തിൽ എന്താണ് പ്രകൃതി ചികിത്സ? സ്വയം കേടുപാടുകൾ തീർക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു അത്ഭുത യന്ത്രമാണ് മനുഷ്യന്റെ ശരീരം എന്നാണ് പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന തത്വം തന്നെ. അപ്പോൾ പ്രകൃതി ചികിത്സയിലെ എല്ലാ രോഗത്തിനും ആത്യന്തികമായിട്ട് കാരണം ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളാണ്. വ്യായാമക്കുറവ്, പിന്നെ വിശ്രമമില്ലാത്ത അവസ്ഥ, മാനസിക പിരിമുറുക്കങ്ങൾ. ഈ വഴികളിലൂടെയുള്ള നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന മാലിന്യങ്ങളെ തടയുന്ന ഒരു രീതിയാണ് പ്രകൃതി ചികിത്സ ചെയ്യുന്നത്. ഇനി ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഇന്റേണലായിട്ട് ഉള്ള ഒരു വിശ്രമം, പൂർണ്ണമായ വിശ്രമം കൊടുക്കുമ്പോൾ രോഗം പൂർണ്ണമായിട്ടും മാറുന്നു എന്നുള്ള വിശ്വാസത്തിലാണ്. അതായത് രോഗകാരണം ഒന്നാണ്, ശരീരത്തിൽ അടിയുന്ന മാലിന്യങ്ങളാണ്. ഒരു ഒറ്റ വാക്കിൽ പറയും. ഡോക്ടർ, ഈ മാലിന്യങ്ങൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാലിന്യങ്ങൾ ഉദ്ദേശിച്ച് നമ്മൾ വ്യത്യസ്ത ഉദാഹരണം ആഹാരം കഴിക്കുന്നു. ആഹാരത്തിലൂടെ നമ്മൾ പഴകിയ ആഹാരം കഴിക്കുക, അതുപോലെ രാസവസ്തുക്കൾ അടങ്ങിയ ആഹാരം കഴിക്കുക, കൃത്രിമ ആഹാരങ്ങളും കൃത്രിമ പാനീയങ്ങളും ധാരാളം കഴിക്കുക, അതേപോലെ നമ്മൾ വറുത്ത് പൊരിച്ച് അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുക. അങ്ങനെ വളരെ വിരുദ്ധമായിട്ട് അതിലെ പോഷകങ്ങളൊക്കെ നശിപ്പിച്ച് കഴിക്കുന്ന, അതേപോലെ രാസവസ്തുക്കൾ അടങ്ങിയൊക്കെ കഴിക്കുന്ന ആ രീതി, അതാണ് ആഹാരത്തിലൂടെ അകത്തോട്ട് ചെല്ലുന്ന മാലിന്യം. പക്ഷേ ഈ ആഹാരത്തിലൂടെ മാത്രമല്ല മാലിന്യം ശരീരത്തിൽ ചെല്ലുന്നത്, അതിനേക്കാൾ ഏറെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നതാണ് പിരിമുറുക്കം. എനിക്കതാ മനസ്സിലാവാഞ്ഞത്, ആ മാനസിക പിരിമുറുക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ മാലിന്യം ഉണ്ടാവുന്നത്? ഇപ്പോൾ അതായത് ഉദാഹരണം, നമ്മുടെ എല്ലാ വികാര വിക്ഷോഭങ്ങളെയും നിയന്ത്രിക്കുന്നത് ശരീരത്തെ അഡ്രിനാലിൻ ഗ്ലാൻഡ് ആണ്. ഈ ഗ്ലാൻഡ് ഏതൊക്കെ, ഉദാഹരണം നമ്മളെ ഒന്ന് ദേഷ്യപ്പെടണം, അതേപോലെ തന്നെ ഒന്ന് സങ്കടപ്പെടണം, അല്ല വെറുപ്പുണ്ടാവുക, കോപം ഉണ്ടാവുക, ഏത് തരത്തിലെ വികാരങ്ങളും ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ ഈ അഡ്രിനാലിൻ ഗ്ലാൻഡ് പ്രത്യേകം രസങ്ങൾ പുറത്തോട്ട് വിടുന്നുണ്ട്. ഉദാഹരണം, ഭയക്കുന്ന സമയത്ത് അഡ്രിനാലിൻ, നോൺ അഡ്രിനാലിൻ, കോർട്ടിസോൺ, ഇങ്ങനെയുള്ള പല വസ്തുക്കളും ബ്ലഡിലേക്ക് കടത്തിവിടാണ്. ഈ ബ്ലഡിലേക്ക് കടത്തിവിടുന്ന വസ്തുക്കൾ നമ്മളെ ശരീരത്തിൽ അത് മാലിന്യമായിട്ട് മാറാണ്. അത് പിന്നെ ആ ബ്ലഡിൽ കിടന്നിട്ട് നമുക്ക് പലതരം രോഗത്തിനും കാരണമായിത്തീരും. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇങ്ങനെ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വയറിൽ ഈ കഫത്തിന്റെ ആധിക്യം അധികരിക്കുന്നുണ്ട്. ഇപ്പൊ സാധാരണ നമുക്കറിയാം, ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും പലരും പറയുന്ന കേൾക്കാം, ഒരു പെട്ടെന്നൊന്ന് ഭയക്കും, എന്റെ വയറ്റിന്ന് കാളിപ്പോയി, അല്ലെ? പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, ഈ വയറ്റിന്ന് കാളിപ്പോയി എന്ന് പറയും. ഈ കാളിച്ച എങ്ങനെ ഉണ്ടാവുന്നു? നമ്മളൊന്നും ഭയക്കുന്ന സമയത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉത്പാദനം ആമാശയത്തിൽ വളരെ കൂടുതലാണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്വല്പം എടുത്ത് നമ്മുടെ കയ്യിൽ ഇവിടെ ഇങ്ങനെ ഉറ്റിക്കാമെങ്കിൽ നേരെ പുറത്തുകൂടി വരും. അത്രയും ഹൈ പവറാണ്. ഇത്തരൊരു വസ്തു ആമാശയത്തിൽ ഉണ്ടാവുന്ന അതേ സമയം തന്നെ മ്യൂക്കസ് ഗ്രന്ഥി കഫം പ്രൊഡക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആമാശയത്തെ കവർ ചെയ്യും. ഈ കഫത്തിൽ ഇത് അത്ര പെട്ടെന്ന് അഫക്ട് ചെയ്യില്ല. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ശരീരത്തിലെ ആമാശയ ഭിത്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മ്യൂക്കസ് ഗ്രന്ഥി കഫം പ്രൊഡക്റ്റ് ചെയ്തിട്ട് കവർ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവുകയും അതേപോലെ തന്നെ കഫത്തിന്റെ ഉത്പാദനം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നിരന്തരം ഭയപ്പെടുക, ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം കഫത്തിന്റെ ആധിക്യം ശരീരത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് അപ്പൊ ആമാശയ രോഗങ്ങളൊക്കെ വരും, അൾസർ പോലത്തെ രോഗങ്ങൾ. അപ്പൊ കഫജന്യമായ രോഗങ്ങൾ തെറ്റായ ആഹാരം കൊണ്ടുണ്ടാവുന്നുണ്ട്. അപ്പൊ ആസിഡിറ്റി ഉള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക, അമിതമായിട്ട് എരിവ്, പുളി അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുക, അത്തരത്തിൽ കഫത്തിന്റെ വർധനമുണ്ട്. അതേപോലെ തന്നെ പിരിമുറുക്കം കൊണ്ട് എന്തുണ്ടാവുന്നു? ഇതേപോലെ കഫത്തിന്റെ വർധനം ഉണ്ടാവുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ തെറ്റായ ആഹാരം കൊണ്ടുണ്ടാകുന്ന പോലെ തന്നെ ശരീരത്തിലെ മാലിന്യങ്ങൾ ഈ പിരിമുറുക്കം കൊണ്ട് വർദ്ധിക്കുകയാണ്. കഫമൊക്കെ വർദ്ധിച്ച് നിരവധി കഫജന്യ രോഗങ്ങൾ ഉണ്ടാവുകയാണ്. പിന്നെ അതുപോലെ തന്നെ വ്യായാമക്കുറവ്, അല്ലേ? വ്യായാമക്കുറവ്. സത്യത്തില് വ്യായാമത്തിലൂടെ നിരവധി മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടേണ്ടത്. ഒന്നാമത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മളെ ശ്വാസത്തിന്റെ ഉച്ഛ്വാസം വളരെ കൂടുകയും ശരീരത്തിന് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നു. അതുപോലെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് ഓക്സിജൻ. 108 മൂലകം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് മനുഷ്യൻ. അതിൽ ഏതാണ്ട് ഒരു 68.something 70% ശരീരത്തിൽ ഓക്സിജൻ ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 1-2 ദിവസമൊക്കെ ഇരിക്കാം, പക്ഷെ ശ്വസിക്കാതെ അധികം സമയം ഇരിക്കാൻ പറ്റില്ല.
നമുക്ക് എന്താ പറയാ ശ്രമിച്ചൊക്കെ ഒരു 10 മിനിറ്റ് പോലും ഏത് സമയത്ത് ഇത് അനിവാര്യത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ. ഇപ്പൊ നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഓക്സിജൻ ലഭിക്കുകയും അതേപോലെ തന്നെ ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് നന്നായിട്ട് പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഓക്സിജന്റെ അളവ് രക്തത്തിൽ കൂടുമ്പോൾ രക്തസഞ്ചാരം വളരെ സുഗമമായിട്ട് നടക്കും, സർക്കുലേഷൻ വളരെ സുഗമമായിട്ട് നടക്കും. അപ്പൊ കിഡ്നി ഈ ബ്ലഡ് ഒക്കെ ഫിൽട്ടർ ചെയ്യുന്ന അളവൊക്കെ ഒന്ന് കൂടും, നന്നായിട്ട് ശുദ്ധീകരിക്കാം. ചുരുക്കി പറഞ്ഞാൽ വ്യായാമം കൊണ്ട് രക്തശുദ്ധീകരണം തന്നെ നല്ലപോലെ നടക്കുന്നു. പിന്നൊന്ന് വയർപ്പിലൂടെ അമിതമായിട്ടുള്ള ലവണങ്ങള്, സോഡിയം, ഉപ്പ് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ പുറന്തള്ളപ്പെടാൻ കഴിയും. അപ്പൊ ഈ പ്രകൃതി ചികിത്സ എന്നുകൊണ്ട് മൊത്തമായിട്ട് ഉദ്ദേശിക്കുന്നത് ശരിയായ ആഹാരം, ശരിയായ വ്യായാമം, ശരിയായ വിശ്രമം പറയുമ്പോൾ സാധാരണ നമ്മൾ ഇന്ന് വിശ്രമിക്കാറുണ്ട്, അങ്ങനെ ഉറങ്ങാറുണ്ട്. അപ്പൊ ഇവിടെ ശരിയായ വിശ്രമം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആന്തരിക അവയവങ്ങൾക്കും കിട്ടുന്ന വിശ്രമമാണ്. അതായത് നമ്മൾ വിശ്രമിക്കുന്ന വിശ്രമല്ല. ഉദാഹരണം, നമ്മൾ ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാലോ, വലിയ മത്സ്യമാംസാദികൾ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാലോ നമുക്ക് ഭയങ്കര ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയത്ത് നമ്മൾ പോയിട്ട് വിശ്രമിക്കും, ഉറങ്ങും. അപ്പൊ നമ്മുടെ ശരീരത്തിന് വിശ്രമം കിട്ടുന്നുണ്ട് അവിടെ. പക്ഷേ നമ്മളെ ഇന്റേണൽ ഓർഗൻസ് അവിടെ വിശ്രമിക്കുന്നില്ല. ആന്തരികങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ദഹനപ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ശരിയായ വിശ്രമം എന്ന് പറയുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങൾക്കും കൂടിയും കിട്ടണം. അപ്പൊ അത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്ക് ഉപവാസമാണ്. ഉപവസിക്കുന്ന സമയത്ത് ആന്തരിക അവയവങ്ങൾക്കൊന്നും ഒരു പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇപ്പൊ നമ്മൾ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് കളിമണ്ണിൽ